ജോൺ സീന വേഴ്സസ് ലോഗൻ പോൾ മാച്ച് റസൽമേനിയയിൽ നടക്കാനുള്ള ചാൻസ് ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. അതുപോലെ റാൻഡി ഓർട്ടൺ ഫാൻസിനും ഒരു സാഡ് ന്യൂസ് ഉണ്ട്. അത് റാൻഡി ഓർട്ടൻ്റെ റിട്ടേണിനെ പറ്റിയാണ്. അത് എന്താണെന്നും പറയാം. അതിനോടൊപ്പം CM പങ്ക്, സെത്ത് റോലൻസ്, റോമൻ റെയിൻസ് ഇവരുടെ റസൽമേനിയ മാച്ച് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയുടെ അവസാനം പറയാം. ഞാൻ ഓർഡർ ചെയ്ത പുതിയ മൈക്കിലാണ് ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പഴയതുപോലെ വോയിസ് സെറ്റായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ചില ന്യൂസ് എല്ലാം പറഞ്ഞുകൊണ്ട് മെയിനായിട്ടുള്ള ന്യൂസ് എല്ലാം പറയാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് TNA ടാഗ് ടീം ചാമ്പ്യൻസായ ജെഫ് ഹാർഡി ആൻഡ് മാറ്റ് ഹാർഡി ഇവരെ പറ്റിയാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ NXTയിൽ വന്ന് മാച്ച് എല്ലാം ചെയ്ത് NXT ടാഗ് ടീം ചാമ്പ്യൻസുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഒക്കെ നിന്ന് ഒരു സെഗ്മെന്റ് എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത്. അതായത് അവരുടെ NXT മാച്ചിനെ പറ്റിയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ജെഫ് ഹാർഡി, മാറ്റ് ഹാർഡി ഇവരുടെ മെയിൻ റോസ്റ്ററിലത്തെ മാച്ചിനെ പറ്റിയാണ്. അതായത് TNAയുടെ കോൺട്രാക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ മെയിൻ റോസ്റ്ററിൽ ഇവർ മാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ TNAയിൽ നിന്നുകൊണ്ട് തന്നെ WWE മെയിൻ റോസ്റ്ററിൽ വന്ന് മാച്ച് ചെയ്യാനുള്ള പ്ലാൻ അല്ലെങ്കിൽ അതിനുള്ള അവസരം WWE ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമ്മർ ടൈമിൽ നമ്മൾക്കത് കാണാൻ സാധിക്കും. ആ സമയത്ത് മെയിൻ റോസ്റ്ററിൽ ഇവർ വന്ന് മാച്ച് ചെയ്യും. അതുപോലെ ജെഫ് ഹാർഡി ചെയ്ത തെറ്റെല്ലാം തിരുത്തിക്കൊണ്ട് WWE വീണ്ടും ഒരു അവസരം കിട്ടണമെന്ന് ജെഫ് ഹാർഡിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി മാറ്റ് ഹാർഡിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവൻ ചെയ്ത തെറ്റെല്ലാം തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ WWE വർക്ക് ചെയ്യാൻ താല്പര്യം അവനുണ്ട് എന്നൊക്കെ. അപ്പോൾ നോക്കാം ഭാവിയിൽ ജെഫ് ഹാർഡിക്ക് WWE കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് ജെഫ് ഹാർഡിയുടെ ലാസ്റ്റ് റണ്ണും അടിപൊളിയാക്കുമോ എന്ന്. ഇനി അടുത്തത് AJ സ്റ്റൈൽസിനെ പറ്റി പറയാം. AJ സ്റ്റൈൽസിനെ പറ്റി കുറച്ച് ദിവസം മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. AJ സ്റ്റൈൽസിന്റെ WWE ഡീൽ ഇപ്പോഴത്തെ അവസാനിച്ച് കഴിഞ്ഞാൽ AJ സ്റ്റൈൽസ് WWE വിട്ട് ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ റെസ്ലിംഗ് വിട്ട് മൊത്തത്തിൽ പോകുമെന്ന്. ഇപ്പോൾ ഇതാ WWE എല്ലാ ഡീലും AJ സ്റ്റൈൽസിന്റെ അവസാനിക്കാറായ സമയത്ത് ഇവർ കൊടുത്തിട്ടുള്ള പുതിയ കോൺട്രാക്റ്റ് ഒന്നും AJ സ്റ്റൈൽസ് ഇതുവരേക്കും സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇഞ്ചുറി സംഭവിച്ച് പോയ സമയമെല്ലാം കണക്കെടുത്ത് AJ സ്റ്റൈൽസ് ഏകദേശം 2026 വരേക്കും ചിലപ്പോൾ WWE വർക്ക് ചെയ്തേക്കാം. അതിനുശേഷം AJ സ്റ്റൈൽസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ WWE വിട്ട് പോകാനാണ് ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ന്യൂസ് ഭയങ്കരമായി വരുന്നുണ്ട്. AJ WWE വിട്ട് പോയേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറഞ്ഞത്. നോക്കാം AJ സ്റ്റൈൽസ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് വീണ്ടും വർക്ക് ചെയ്യുമോ എന്ന്. അപ്പോൾ ഇതിന് മുൻപ് ഒരു 5 ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് AJ പറഞ്ഞിട്ടുള്ളത് ഇതാണ് തൻ്റെ ലാസ്റ്റ് WWE അല്ലെങ്കിൽ റെസ്ലിംഗ് കോൺട്രാക്റ്റ് എന്നൊക്കെയാണ്. അപ്പോൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. AJ WWE വിട്ട് പോകുമോ അതോ Triple H പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കുമോ എന്നൊക്കെ. എന്തായാലും നോക്കാം. AJ സ്റ്റൈൽസിന് നല്ലൊരു റണ്ണ് കൊടുത്ത് അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി IC ചാമ്പ്യൻഷിപ്പ് റസൽമേനിയയിൽ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ IC ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഡീമൻ ഫിൻ ബാലർ വരാൻ സാധ്യതയുണ്ടോ എന്നും പറയാം. റസൽമേനിയയിൽ IC ചാമ്പ്യൻഷിപ്പ് WWE ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ലാഡർ മാച്ച് ടൈപ്പിലാണ് WWE പ്ലാൻ ചെയ്യുന്നത്. അതായത് 6 അല്ലെങ്കിൽ 7 പേരെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ലാഡർ മാച്ച്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി സ്റ്റാർട്ടിങ് പോലെയാണ് ഇപ്പോൾ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതായത് ബ്രോൺ ബ്രേക്കർ AJ സ്റ്റൈൽസുമായിട്ട് സ്റ്റോറി ചെയ്യുന്നുണ്ട്. ഡൊമിനിക് മിസ്റ്റീരിയോ, ഫിൻ ബാലർ ഇവരും ഇപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ ഫിൻ ബാലർ ബ്രോൺ ബ്രേക്കറെ ഫേസ് ടു ഫേസ് നോക്കിയ സമയത്ത് അതായത് കഴിഞ്ഞ റോയിൽ ഡീമൻ ഫിൻ ബാലർ എങ്ങനെയാണോ ചെയ്യുക അതേ ഗെറ്റപ്പിലാണ് നിന്നിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ റോയിലും ഡീമൻ ഫിൻ ബാലറിൻ്റെ മാസ്ക് എല്ലാം വെച്ചുകൊണ്ട് തിരിച്ചു വരാൻ പോകുന്നതിൻ്റെ ചില സൂചനകൾ WWE കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡീമൻ ഫിൻ ബാലർ റസൽമേനിയയിൽ IC ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ഡീമൻ ഫിൻ ബാലർ IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫിൻ ബാലർ ഇതുവരെ തോറ്റിട്ടുള്ള എല്ലാ മോശാവസ്ഥകളും റസൽമേനിയോട് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഡീമൻ ഫിൻ ബാലർ വരാണെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നേക്കാം എന്നാണ് ഇപ്പോൾ റൂമറിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ IC ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ഫിൻ ബാലർ, AJ സ്റ്റൈൽസ്, ഡൊമിനിക് മിസ്റ്റീരിയോ, ഷെയ്മസ്, പെൻഡ, ലൂഫി കൈസർ ഇവരെയെല്ലാം ചിലപ്പോൾ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും IC ചാമ്പ്യൻഷിപ്പ് റസൽമേനിയയിൽ നടക്കുക. എന്തായാലും പെൻഡയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്യുന്നില്ല. IC ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് പറയുന്നത്. പിന്നെ റെയ് മിസ്റ്റീരിയോയുടെ കൂടെ ഒരു മാച്ച് ഓൾറെഡി റൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാം IC ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ നടന്ന് അതിൽ ഡീമാൻ വരുമോ എന്ന്. ഇനി റാൻഡി ഓർട്ടനെ പറ്റി പറയാം. റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ എലിമിനേഷൻ ചേംബറിൽ കാണാൻ സാധിക്കും എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത്. അതായത് അത്തരത്തിലാണ് ന്യൂസ് എല്ലാം വന്നത്. റാൻഡി ഓർട്ടൻ എലിമിനേഷൻ ചേംബറിൽ വന്നുകൊണ്ട് കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ റസൽമേനിയ മാച്ച് വരും എന്ന്. എന്നാൽ അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴും വരുന്നില്ല.
അതായത് റാൻഡി ഓർട്ടൺ വരാൻ ചാൻസ് കുറവായിട്ടാണ് ഇപ്പോഴും പറയുന്നത്. അതായത് കോഡി റോഡ്സ്, കെവിൻ ഓവൻസ് ഇവരുടെ മാച്ചിൽ സംഭവിച്ചതുപോലെ തന്നെ റാൻഡി ഓർട്ടൺ വരും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് റാൻഡി ഓർട്ടൺ ചിലപ്പോൾ വരാതിരിക്കാം എന്നാണ് പറയുന്നത്. അതായത് എലിമിനേഷൻ ചേംബറിൽ വരാതെ അതിനുശേഷം റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ ഇവർ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇനി ജോൺ സീന, ലോഗൻ പോൾ ഇവരുടെ മാച്ച് റസൽമേനിയയിൽ വരുന്ന കാര്യത്തെപ്പറ്റി പറയാം. അപ്പോൾ ഇതിങ്ങനെ പറയാനുള്ള കാരണം ജോൺ സീനയെ വെച്ച് റസൽമേനിയയ്ക്ക് മുൻപ് നടക്കുന്ന റോ എപ്പിസോഡുകളിലാണ് WWE പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ജോൺ സീനയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. റസൽമേനിയയ്ക്ക് മുൻപുള്ള മിക്ക റോ എപ്പിസോഡുകളിലും സീന വരും എന്നാണ് WWE പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യുകയാണെങ്കിൽ സീന സ്മാക്ക് ഡൗണിലേക്കാണ് പോകേണ്ടത്. അതായത് കോഡി റോഡ്സിനെ ചാലഞ്ച് ചെയ്ത് അവിടെയാണ് സ്റ്റോറി വരേണ്ടത്. പക്ഷെ സീനയെ റോയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ലോഗൻ പോൾ, സീന ഇവർക്ക് റസൽമേനിയയിൽ മാച്ച് വെക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൺഫേമായി നടക്കും എന്നല്ല, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. അതുകൂടാതെ ലോഗൻ പോൾ, AJ സ്റ്റൈൽസ് ഇവർക്കൊരു മാച്ച് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു സെഗ്മെൻറ്റ് റോ എപ്പിസോഡിൽ കാണിച്ചിരുന്നു, ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്. എന്നാൽ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. AJ സ്റ്റൈൽസ് IC ചാമ്പ്യൻഷിപ്പ് മാച്ചിലാണ് ആഡ് ആവാൻ ചാൻസ് ഉള്ളത്. അതാണ് ഫാൻസ് ഭയങ്കരമായും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ആ ഒരു IC ചാമ്പ്യൻഷിപ്പ് മാച്ചിലോട്ട് ലോഗൻ പോളിനെ ഇടേണ്ടി വരും. ഇല്ല എങ്കിൽ ലോഗൻ പോളിന് പ്രത്യേകിച്ച് ഒപ്പോണൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു പേടിയുണ്ട് ജോൺ സീനയുടെ കൂടെ എലിമിനേഷൻ ചേംബറിൽ ജോൺ സീനനെ എലിമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ച് ഇവർക്ക് റസൽമേനിയയിൽ മാച്ച് വെക്കുമോ എന്ന്. അപ്പോൾ ഈ മാച്ചൊക്കെ റസൽമേനിയയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വളരെ മോശം മാച്ചായിട്ട് ഈ മാച്ച് മാറും. കാരണം സീനനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചാമ്പ്യൻഷിപ്പ് ലെവലിലാണ്. അപ്പോൾ റസൽമേനിയ വിട്ട സീനയ്ക്ക് പിന്നെ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് സമ്മർ സ്ലാബിലാണ് ഉള്ളത്. അപ്പോൾ അതുവരേക്കും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ജോൺ സീനയുടെ റിട്ടയർമെൻറ്റ് ടൂറും മൊത്തത്തിൽ കുളമാകും. ഇപ്പോൾ തന്നെ മൊത്തത്തിൽ 3G ആയിട്ടാണ് റിട്ടയർമെൻറ്റ് ടൂറ് പോകുന്നത്. നോക്കാം ലോഗൻ പോളിൻ്റെ കൂടെ മാച്ച് വെച്ചുകൊണ്ട് മൊത്തത്തിൽ 3Gയോട് 3G ആക്കുമോ എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ചില സാധ്യതകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർക്ക് മാച്ച് വന്നേക്കാം എന്ന് പറയുന്നത്. ഇതിനർത്ഥം ഈ മാച്ച് കൺഫേമായി നടക്കും എന്നല്ല. ഇനി നമ്മൾ അവസാനമായി പറയാൻ പോകുന്നത് സെത്ത് റോളൻസ്, റോമൻ റെയിൻസ്, CM പങ്ക് ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ചിനെ പറ്റിയാണ്. അതായത് ഈ മാച്ച് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ CM പങ്കും എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ സാധ്യതയില്ല, അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് റോമൻ റെയിൻസ് ഒക്കെ ചിലപ്പോൾ എലിമിനേഷൻ ചേംബറിൽ വന്നേക്കാം. അപ്പോൾ ആ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ റസൽമേനിയയ്ക്ക് മുൻപുള്ള സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ WWE റോമൻ റെയിൻസ്, സെത്ത് റോളൻസ്, CM പങ്ക് ഇവരെ 3 പേരെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് മാർച്ച് 21-ാം തീയതി നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ സെത്ത് റോളൻസ്, റോമൻ റെയിൻസ്, CM പങ്ക് ഇവരെ 3 പേരെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർച്ച് 28-ാം തീയതി നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ CM പങ്ക്, റോമൻ റെയിൻസ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ച് കൺഫേം ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതുകൊണ്ടാണ് WWE ഇവരെ 3 പേരെയും ഒരു ഷോയിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ റസൽമേനിയയ്ക്ക് മുൻപുള്ള സ്മാക്ക് ഡൗൺ, അതായത് മാർച്ച് 21, 28 എന്നീ സ്മാക്ക് ഡൗണിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ റസൽമേനിയയ്ക്ക് മുൻപുള്ള ഷോസ് എല്ലാം, അതായത് റോ സ്മാക്ക് ഡൗൺ എല്ലാം യൂറോപ്പിലാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന റെസ്ലേഴ്സ് അവിടെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുന്ന സമയത്താണ് റോമൻ, സെത്ത്, CM പങ്ക് ഇവരെയെല്ലാം പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് സീനനെ റോ ബ്രാൻഡിലും പ്രൊമോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സീന, CM പങ്ക് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ ചാൻസ് കുറവ് പോലെയാണ് തോന്നുന്നത്. നോക്കാം ആരാണ് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. എന്തായാലും എൻ്റെ പ്രഡിക്ഷൻ ഞാൻ മാറ്റാൻ പോകുന്നില്ല, സീന വിൻ ചെയ്യും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ഇനി പ്രഡിക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു വളരെയധികം ട്വിസ്റ്റ് വെച്ചുകൊണ്ട് ലോഗൻ പോളിനെ ജയിപ്പിക്കുമെന്നൊക്കെ. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, സംഭവിക്കാതിരിക്കട്ടെ. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക.